കൊടുമൺ പോറ്റിയായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് മമ്മൂക്ക രംഗത്തേക്ക് എത്തുകയും സ്ക്രീനിലേക്ക് എത്തുകയും അതിൽ തന്നെ ഒരു ചാത്തനായിട്ടും മമ്മൂക്ക വരുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ എല്ലാവരും ആ സിനിമ കണ്ടപ്പോൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ, ആ ഒരു നടൻ്റെ ഇത്രയും ലൈഫിൽ ഇല്ലാത്തൊരു കഥാപാത്രം പല ആളുകളും റീൽസ് ചെയ്തുകൊണ്ടും പല ആളുകളും അതിനെ അനുകരിച്ചുകൊണ്ടും ഒക്കെ രംഗത്തേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുവരെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തൊരു കഥാപാത്രമായിട്ട് തന്നെയാണ് മമ്മൂക്ക ആ ഒരു സിനിമയിൽ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തന്നെ ആ മമ്മൂക്കയുടെ സിനിമയോടുള്ള അഭിനിവേശം, അടങ്ങാത്ത അഭിനിവേശം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു നടന് അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്നൊരു മനുഷ്യന് അദ്ദേഹത്തിന് പണത്തിനോടല്ല ആക്രാന്തം, അല്ലെങ്കിൽ ആ പണത്തിനോടല്ല അദ്ദേഹത്തിന് താല്പര്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കലാജീവിതം എന്ന് പറയുന്നതിനോടാണ് അദ്ദേഹത്തിന് ഒരിക്കലും അടങ്ങാത്തൊരു അഭിനിവേശം ഉള്ളത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നാളിതുവരെയായിട്ട് സിനിമയെ വിടാതെ സിനിമയ്ക്കൊപ്പം തന്നെ സിനിമ എന്നും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ആൾക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ